CPI മന്ത്രിമാർക്കെതിരെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ നാവിലെല്ലില്ല. അടിച്ച് 1, 2, 3 സംഭവം നമ്മൾ ഓർക്കുന്നില്ല. ആളുകളെ കൊന്നതിനെ ക്രൂരമായിട്ട് ന്യായീകരിച്ചുകൊണ്ട്. അപ്പൊ പിന്നെ ഗവർണർക്കെതിരെ ഇത്രേ പറഞ്ഞുള്ളൂ. ഇപ്പൊ M.M. മണി ഓർക്കേണ്ടത് അദ്ദേഹം ഒരു MLA പോലും അല്ല ഇപ്പോ. ആ മന്ത്രിയോ അല്ല, ആ പദവികളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ മാത്രം, ഒരു മൂന്നാംകിട രാഷ്ട്രീയക്കാരൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അദ്ദേഹം. അതിനപ്പുറമല്ല. ഗവർണർ എന്ന് പറഞ്ഞാൽ ഗവർണറാണ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതുകൊണ്ടരിശൻ തീരാഞ്ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയ അതേ അവസ്ഥ പോലെയാണ് ഇപ്പോൾ നമ്മുടെ CPM-കാർക്കും SFI-ക്കാർക്കും. ഗവർണറെ തടയാനും കരിങ്കൊടി കാട്ടാനും അങ്ങനെ ഗവർണറുടെ മേൽ പലതരത്തിലുള്ള മോശമായിട്ടുള്ള രീതിയിലേക്കൊക്കെ കടന്നു നോക്കി. പക്ഷേ എല്ലാം പരാജയപ്പെട്ടു. ഒടുവിലിതാ വാക്കുകൾ കൊണ്ട് ഗവർണറെ നേരിടാനായിട്ട് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് CPM. അതുകൊണ്ടാണ് M.M. മണി അദ്ദേഹത്തിൻ്റെ തനിക്കൊണം കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം ഗവർണറെ നാറിയെന്നും പരനാറിയെന്നുമാണ് വിളിച്ചിരിക്കുന്നത്. CPM-ന് ഈ പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണത്, ഈ പദപ്രയോഗം. അതവരുടെ കുലമഹിമ തന്നെയാണ്, നാറിയെന്നും പരനാറിയെന്നും പ്രയോഗിക്കുക. ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളിലൂടെ ഗവർണറെ പരാജയപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുകയാണിപ്പോൾ CPM. ഈ വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകനായ രാജേന്ദ്രൻ പന്തളം ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷുമായി ടെലഫോണിൽ സംസാരിക്കുകയുണ്ടായി. ആ പ്രതികരണത്തിലേക്ക്. നമസ്കാരം. ശ്രീ രാജേന്ദ്രൻ, ഗവർണറിനെ M.M. മണി ഇന്നൊരു പ്രസ്താവന നടത്തി ബില്ല് ഒപ്പിടാത്ത നാറിയാണ്. ഗവർണർ ചൊവ്വാഴ്ച ഇടുക്കിയിൽ വരണുണ്ട്. അന്ന് ഹർത്താൽ, CPM LDF ഹർത്താൽ. അന്ന് തന്നെ ഇടുക്കി CPM പാർട്ടി കമ്മിറ്റിയുടെ രാജ്ഭവൻ മാർച്ച്. ഗവർണറിന് ഇതിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നു? ഗവർണർ ആ പദവി ഉപയോഗിച്ച് മുന്നോട്ട് പോയെങ്കിൽ, ബില്ലുകൾ ഒപ്പിട്ട് നേരിട്ട് പോയെങ്കിൽ, കോഴിക്കോട് സിൻഡിക്കേറ്റിൽ യഥാർത്ഥ ആൾക്കാരെ നിയമിച്ചെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും? ഗവർണറുടെ ഡ്യൂട്ടി മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. അദ്ദേഹം ഇന്ന് തന്നെ പറഞ്ഞല്ലോ പത്രക്കാരോട്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട്, പത്രക്കാരെ ഏറ്റവും അധികം കാണുന്ന ആളാണ് അദ്ദേഹം. ഇന്ന് തന്നെ പറഞ്ഞു, ഞാൻ എന്റെ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നു. ഇത് രാഷ്ട്രീയമില്ല. എന്നെ എതിർക്കുന്നതിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പ്രതിഷേധമൊന്നുമില്ല. അതേസമയം എന്റെ വണ്ടി ഇടിച്ച് നിരപ്പാക്കാൻ വന്ന അത് പൊതുമുതലാണ്. അപ്പോൾ മാത്രമാണ് ഞാൻ വണ്ടിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത്. അല്ലാതെ പ്രതിഷേധിക്കുന്ന ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അതുപോലെ ഈ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതില് ഈ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഒരു പരിധി വിട്ട് വരുന്നതിൽ യാതൊരു കാര്യവുമില്ല. തന്നെയല്ല, ഭരണഘടനാ സ്ഥാനങ്ങളെ മാനിക്കേണ്ടതുണ്ട്. ഇപ്പോൾ M.M. മണിയാണ് ഏറ്റവും ഒടുവിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ട് രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ വിധാനത്തിലേക്ക് കൊണ്ടുപോയത്. അദ്ദേഹം പറഞ്ഞത് മര്യാദകേട്, നാറി എന്നൊക്കെ പറഞ്ഞു. നമുക്കറിയാം അദ്ദേഹത്തിന്റെ നാക്കിന് എല്ലില്ല എന്നറിയാം. അച്യുതാനന്ദനെതിരെ എന്തല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ പെട്ട അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മൂന്നാർ ദൗത്യത്തിന് മുന്നിട്ടിറങ്ങിയപ്പോൾ എന്തെല്ലാം അപഖ്യാതികൾ പറഞ്ഞു. CPI മന്ത്രിമാർക്കെതിരെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ നാവിലെല്ലില്ല. അടിച്ച് 1, 2, 3 സംഭവം നമ്മൾ ഓർക്കുന്നില്ല. ആളുകളെ കൊന്നതിനെ ക്രൂരമായിട്ട് ന്യായീകരിച്ചുകൊണ്ട്. അപ്പൊ പിന്നെ ഗവർണർക്കെതിരെ ഇത്രേ പറഞ്ഞുള്ളൂ. ഇപ്പൊ M.M. മണി ഓർക്കേണ്ടത് അദ്ദേഹം ഒരു MLA പോലും അല്ല ഇപ്പോ. ആ മന്ത്രിയോ അല്ല, ആ പദവികളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ മാത്രം, ഒരു മൂന്നാംകിട രാഷ്ട്രീയക്കാരൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അദ്ദേഹം. അതിനപ്പുറമല്ല. ഗവർണർ എന്ന് പറഞ്ഞാൽ ഗവർണറാണ്. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചുള്ള സ്ഥാനമാണ്. അത് ഈ സംസ്ഥാനത്തിന്റെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് കേരള, അതാണ് അദ്ദേഹം. അത് കഴിഞ്ഞേ ഉള്ളൂ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അതിന്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി എന്തെങ്കിലും പാസാക്കി വിട്ടാൽ അത് ഒപ്പിടാനിരിക്കുന്ന റബ്ബർ സ്റ്റാമ്പ് ഒന്നും അല്ല ഈ ഗവർണർ. അധികാരങ്ങളുള്ള ആളാണ്. അത് നോക്കി പഠിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ബാധ്യതയുള്ള ആൾ. അതാണ് ജനാധിപത്യത്തിന്റെ നെഹ്റു ഉൾപ്പെടെ, അംബേദ്കർ ഉൾപ്പെടെ, രാജേന്ദ്ര പ്രസാദ് ഉൾപ്പെടെ വിഭാവനം ചെയ്തിരിക്കുന്ന ഗവർണർ ഭരണഘടനയുടെ അന്തസത്ത എന്ന് പറയുന്നത്. ഗവർണറുടെ സ്ഥാനം അതാണ്. ഒരു കാര്യം ഇടപെടുകയാണ്. താങ്കൾ ആദ്യം തന്നെ ഈ നമ്മുടെ ഈ പ്രശ്നം ഇന്റർവ്യൂ താങ്കൾ പറഞ്ഞു വെച്ചാൽ ഗവർണർ രാഷ്ട്രീയപരമായി ഒരു കാര്യം ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം താങ്കൾ ചോദിക്കുകയാണ്. കോഴിക്കോട് സിൻഡിക്കേറ്റിൽ ABP പ്രവർത്തനെ തിരികെ കയറ്റിയത് രാഷ്ട്രീയമല്ലേ? രാഷ്ട്രീയമില്ലാതെ സിൻഡിക്കേറ്റ് ഉണ്ടായിട്ടുണ്ടോ? രാഷ്ട്രീയം ഉണ്ടാവും തീർച്ചയായിട്ടും.
രാഷ്ട്രീയമുണ്ട്, ഗവർണർ രാഷ്ട്രീയം. കാവ്യവൽക്കരണമല്ലേ അവിടെ നടത്തിയത്? കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ABVP എന്ന് പറഞ്ഞാൽ നിരോധിത പാർട്ടിയാണോ? എനിക്ക് മനസ്സിലാവാത്ത കാവ്യവൽക്കരണം. കാവ്യ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? കാവ്യ ഇന്ത്യയുടെ ദേശീയ പതാകയിലെ നിറമല്ലേ? ഈ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ടെററിസ്റ്റ് വൽക്കരണമാണോ? തീവ്രവാദി വൽക്കരണമാണോ? എന്തിനാണ് കാവ്യ ഇങ്ങനെ അനാവശ്യപ്പെടുത്തിക്കുന്നത്? ദേശീയ പതാക എന്ന കളർ മാറ്റുമോ? ഇന്ത്യൻ ദേശത്തിന്റെ അതിനെ ഹിന്ദുക്കളെ ഇഷ്ടമുള്ളതായിരിക്കും. അതുകൊണ്ട് ഈ കാവ്യ എന്ന് പറയുന്ന നമ്മുടെ നിങ്ങൾ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? വിദ്യാർത്ഥി പക്ഷമാണത്. അത് അംഗീകൃതമായ വിദ്യാർത്ഥി പക്ഷമാണത്. ക്യാമ്പസിലെ ഒരു കക്ഷിയാണ്, അംഗീകൃത കക്ഷിയാണ്. ചിലയിടത്തൊക്കെ ജയിക്കുകയും ചെയ്യുന്നു. ആള് കുറവായിരിക്കും. ABVP ആണ് ഭരിക്കുന്നത് ഡൽഹിയിലെ യൂണിവേഴ്സിറ്റികൾ. JNU ഭരിക്കുന്നത് ABVP ആണ്. അങ്ങനെ ആ ABVP-യിൽ നിന്ന് വന്നതാണ് ഇന്ന് രാഷ്ട്രം ഭരിക്കുന്ന പലരും. നിങ്ങൾ ഈ കാവ്യവൽക്കരണം എന്ന് പറയുന്നത് ABVP എനിക്കറിയില്ല. അവരെ നേരിട്ട് പന്തളം കോളേജിൽ പഠിച്ച ആളാണ് ഞാനും. അവിടുത്തെ പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികളെയാണെന്ന് ഗവർണർ പറഞ്ഞു. എനിക്കറിയില്ല, അവരുടെ മെറിറ്റും സർട്ടിഫിക്കറ്റും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. SFIക്കാരെ അങ്ങനെയല്ലേ വെക്കുന്നത്? പോലീസുകാരെ വെക്കാറില്ലേ? CIT ഗുണ്ടകളെ സിൻഡിക്കേറ്റ് വെക്കാറില്ലേ? അതിനേക്കാൾ ഭേദമല്ലേ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ വെച്ചാൽ? ആർ ബിന്ദു സ്വന്തം പാർട്ടിയിലെ ആൾക്കാരെ തിരികെ കയറ്റിയപ്പോൾ പ്രതിഷേധ സമരം നടത്തിയ പാർട്ടിയാണ് BJP. ആ BJP-യിലെ വിദ്യാർത്ഥി സംഘടനയിലെ ABVP-യിലെ ഒരു വിദ്യാർത്ഥിയാണ് ഗവർണർ നോമിനേറ്റ് ചെയ്തത്. അതെ, ABVP എന്ന് പറഞ്ഞാൽ എന്താണ്? PF ആണോ? പോപ്പുലർ ഫ്രണ്ട് ആണോ? അല്ലല്ലോ. SFIയെ പോലെ ക്യാമ്പസിനുള്ളിൽ പ്രവർത്തിക്കാൻ അധികാരമുള്ള ഒരു കക്ഷിയാണത്. അതിനെന്തിനാ ഐറ്റം കൽപ്പിക്കുന്നത്? ഗവർണറുടെ ഡിസ്ക്രിപ്ഷൻ ആണത്. ഗവർണറുടെ ഡിസ്ക്രിപ്ഷൻ. അതിനകത്ത് എന്താ അവര് എന്താ മാർക്ക് ഷീറ്റ് തിരുത്തിയോ? പരീക്ഷ എഴുതാതെ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയോ? അല്ലെങ്കിൽ PSCയുടെ പരീക്ഷ എഴുതിയതിൽ വ്യാജമായിട്ട് റാങ്ക് ഉണ്ടാക്കി SI ആയോ? അങ്ങനൊന്നും ചെയ്തവരല്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്തവരും വാഴക്കുല ആരുടേതാണെന്ന് അറിയാത്ത ആൾക്കാരും ഒക്കെ PhD നേടുന്ന ഈ കേരള സർവകലാശാലയില് പന്തളം കോളേജിൽ പഠിച്ച 2 ABVP-കാർ വന്നു എന്നുള്ളൊരു അമാന്യതയാവുന്നത് എങ്ങനെയാണ്? അതൊരു എന്താ പറയുന്ന അയോഗ്യതയായി തീരുന്നത് എങ്ങനെയാണ്? എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല ആ കാര്യം. ഇത് വെറുതെ അതിന് അമിതമായ രാഷ്ട്രീയവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പൊ അത് മന്ത്രി ആർ ബിന്ദു ചെയ്യുമ്പോൾ രാഷ്ട്രീയവും ഗവർണർ ചെയ്യുമ്പോൾ രാഷ്ട്രീയമല്ലേ? ആർ ബിന്ദു എന്ത് ചെയ്തത് രാഷ്ട്രീയമായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായില്ല. ആർ ബിന്ദു ഗവർണറിന് അയച്ച ബില്ലിൽ, അതായത് ഒരു ലിസ്റ്റ് അയച്ചു. ആ ലിസ്റ്റിൽ സ്വന്തം പാർട്ടിക്കാരെ പേരുണ്ടെന്ന് പറഞ്ഞ് കോൺഗ്രസും BJP-യും സമരം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഗവർണർ ചെയ്തപ്പോൾ ആർക്കും അത് രാഷ്ട്രീയമല്ല. ഇത് ഗവർണറുടെ പരിധിയിൽ വരുന്നതാണ്. ഗവർണറുടെ ഡിസ്ക്രിപ്ഷനുടെ അധികാര പരിധിയാണ്. ബിന്ദു മന്ത്രിയാണ്. മന്ത്രി ആയതുകൊണ്ട് മാത്രം പ്രോ വൈസ് ചാൻസലറുമാണ്. ആ പ്രോ വൈസ് ചാൻസലർ അല്ല തീരുമാനിക്കുന്നത്. നമുക്കറിയാലോ, ഒരു പത്രമാധ്യമത്തിൽ ആരാണ്? ന്യൂസ് എഡിറ്ററാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ ന്യൂസ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്ന ന്യൂസ് എഡിറ്റർ അല്ല, സബ് എഡിറ്റർ അല്ല. ഈ സബ് എഡിറ്ററുടെ റോള് മാത്രമേ ഉള്ളൂ ബിന്ദുവിനവിടെ. അവിടെ ന്യൂസ് എഡിറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചീഫ് എഡിറ്റർ എന്ന് പറയുന്നത് ഗവർണർ തന്നെയാണ്. അപ്പൊ ഗവർണറും അദ്ദേഹവും തമ്മിൽ ഒരു താരതമ്യമേ ഇല്ല. അദ്ദേഹം തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അവിടെ അദ്ദേഹമാണ് ചാൻസലർ. ചാൻസലർ ഈസ് ദ സുപ്രീം. അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചു. നിങ്ങൾക്ക് പിന്നെ പോകാവുന്നത് കോടതി പോവാം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. കോടതി സ്റ്റേ ചെയ്തല്ലോ, അതനുസരിച്ച് അവരെ മാറ്റുകയും ചെയ്തല്ലോ. 2 പേരെ മാറ്റി, മറ്റുള്ളവർ ഇപ്പോഴും തുടരുന്നില്ലേ? അപ്പൊ ജനാധിപത്യത്തിന്റെ, ജുഡീഷ്യറിയുടെ ഒക്കെ ആ വിധാനങ്ങൾ അനുസരിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വഴിയിൽ കൂടെയാണ്, ശരിയായ പാതയിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ അമിതമായിട്ട് ഗവർണർക്കെതിരെയുള്ള പ്രിജുഡിസ് ആയിട്ട് നമ്മൾ എന്തിനാണ് ഉന്നയിക്കുന്നത്? അത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ കൊടുക്കാൻ ഇവിടെ കോടതിയുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്. അതിന് കായികമായിട്ട് കൈകാര്യം ചെയ്യുക, വെല്ലുവിളിക്കുക, അദ്ദേഹത്തെ വെരട്ടിക്കളയുക. CP ജയരാജൻ MM മണി പ്രസ്താവിക്കുന്നു, മുഖ്യമന്ത്രി പരസ്യമായിട്ട് പ്രസ്താവിക്കുന്നു. SFIക്കാർ വന്ന് ഗുണ്ടകളെ പോലെ അവരുടെ പോലീസുകാരെ പോലും മർദ്ദിക്കുന്നു. മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി ചുമക്കുന്നത്, അദ്ദേഹത്തിന്റെ പോലീസുകാരെ പോലും ഈ പ്രശ്നത്തിൽ മർദ്ദിക്കുന്നു. ഗവർണർക്ക് എതിരെ പ്രതിഷേധിച്ചവരെ സംസ്ഥാനത്തെ നിയമപാലകർ മാറ്റിയപ്പോൾ അവർക്കെതിരെ പ്രതിഷേധിച്ച SFI. എന്താണ് ഇത്? ഇവിടെ കൊണ്ടുവന്ന അരാജകത്വം കൊണ്ടുവരുന്ന ആരാണ്? നിയമ സമാധാനത്തെ തകർക്കുന്ന ആരാണ്? ഈ മുഖ്യമന്ത്രിയും കൂട്ടരുമല്ലേ. ഇവിടുത്തെ ഇത് നിലനിർത്തേണ്ട ചുമതല ആർക്കാണുള്ളത്? ആഭ്യന്തര ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിക്ക് തന്നെയല്ലേ ഉള്ളത്. എല്ലാം നശിപ്പിച്ച് നാറാണക്കല്ല് വെച്ച് 2 ABVP-കാരുടെ പേരിൽ. ABVP-കാർ എന്താ ചെയ്യുന്നത്? തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പോഴും ചാൻസലർ, ഗവർണർ തന്നെയായിരിക്കും. ചർച്ചകളിൽ 2 പേര് പങ്കെടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് 2 വിദ്യാർത്ഥികളല്ലേ. വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളോടൊരു സ്നേഹം വേണ്ടേ? ഐക്യം വേണ്ടേ? ഐക്യദാർഢ്യം വേണ്ടേ? ഏത് പാർട്ടിയിലായിരുന്നോട്ടെ.
BMSും അതുപോലെ INGUസും ഒരുമിച്ച് എന്തെല്ലാം പ്രസ്ഥാനങ്ങൾ നടത്തുന്നു, അവർ ഒരുമിച്ച് സഹകരിക്കുന്നു. എന്തുകൊണ്ട് ഇവിടെ പാടില്ല? AVPക്കാർക്ക് എന്താ അയിത്തമുണ്ടോ? സഭയ്ക്കാർക്ക് കൊമ്പുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ കേരളത്തിൽ. ഗവർണർ ഇന്ന് പറഞ്ഞ മറ്റൊരു കാര്യം, സർക്കാരുമായിട്ട് ഒരു പ്രശ്നവുമില്ല, മുന്നോട്ട് പോകുന്നു. പിന്നെ എന്തുകൊണ്ടാണ് JB ജനേഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഖ്യമന്ത്രിയോട് ഒരു പിണക്കം പോലെയും ഒരു ധാർഷ്ട്യം പോലെ കാണിച്ചത്? സർക്കാരുമായിട്ട് പ്രശ്നമില്ലെങ്കിൽ എനിക്കിതാണ് ചിരി വരുന്നത്. അദ്ദേഹം ധാർഷ്ട്യം പോലെ കാണിച്ചു. ഇങ്ങനെയാണ് താങ്കൾ എന്താ ഈ രാഷ്ട്രീയക്കാർ വിലയിരുത്തുന്നത്? പിണങ്ങി പോവുക. ഇതെന്താ കൊച്ചു കുട്ടികളാണ്, അവരുടെ മുഖം വെറുപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു പോവുക. ഇതൊക്കെ നമ്മുടെ ഈ ജനങ്ങളുടെ പണമെടുത്ത് നടത്തുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ആ ഗവർണർ അല്ലെങ്കിൽ രാജ്ഭവനിൽ ഒരു ടീ പാർട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാനുള്ള അർഹതയും യോഗ്യതയും ഉള്ളയാളാണ് മുഖ്യമന്ത്രി. എന്തിനാ പിണങ്ങി ഇറങ്ങി പോകുന്നത്? പണ്ട് കാലത്ത് ഈ കാരണവന്മാരൊക്കെ വീട്ടിൽ നിന്ന് പണങ്ങി കൊടയെടുത്തോണ്ട് പോകുന്നത് പോലെ പോകേണ്ട കാര്യമാണ്. ഒരു 2 മണിക്കൂറോളം മാധ്യമങ്ങളിൽ കൂടി പുറത്തുവന്ന ദൃശ്യമാണ്. മുഖ്യമന്ത്രി ഗവർണർ അടുത്ത് വന്നിരുന്നപ്പോൾ ഗവർണർ എങ്ങനെ പെരുമാറിന്, പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി അവിടെ നാണം കെട്ടിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഞാനും ഒബ്സർവ് ചെയ്തു. പക്ഷെ ഭരണഘടനാപരമായിട്ട് ഇവർ തമ്മിൽ പുഞ്ചിരിക്കണമെന്നോ കെട്ടിപ്പിടിക്കണമെന്നോ കൈ കൊടുക്കണമെന്നോ നോക്കണമെന്നോ ഒന്നുമില്ലല്ലോ. അദ്ദേഹം ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റുന്നു. അച്ചടിച്ച നോട്ടീസിൽ അതുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്കും ഒക്കെ എല്ലാ മന്ത്രിമാർക്കുമായിട്ട് പാർട്ടി എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ നേരത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, താങ്കൾ അത് ഓർക്കുന്നൊന്നും അറിയത്തില്ല. ജനുവരി 1 ഒരു റിസപ്ഷൻ വെച്ചിരുന്നു മുഖ്യമന്ത്രി, ഗവർണർ പോയില്ല. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പം മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ ഗവർണർ വന്നില്ല എന്ന് പരാതിയില്ല. ഇപ്പോ മുഖം വീർപ്പിച്ചു. ഇത് മുഖം വീർപ്പിച്ചു അല്ലെങ്കിൽ എന്നെ നുള്ളി പിച്ചി, ഇതൊന്നും ജനാധിപത്യത്തിന്റെ റെക്കോർഡുകളിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ഉണ്ട്. ശരീരഭാഷയൊക്കെ വെച്ച് ഇപ്പൊ TV ഒക്കെ കൂടുതലായിട്ട് വന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ ശരീരഭാഷ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇനി ഞാനൊരു കാര്യം പറയാം. NN ബാനർജി വരുന്ന കാലത്ത് ഞാൻ കണ്ടതാണ്, നിയമസഭയുടെ പുറത്തേക്ക് അദ്ദേഹത്തിന്റെ വണ്ടി പോയപ്പോ പാലോട് രവി എന്ന MLA ആണ്, അദ്ദേഹം ഉൾപ്പെടെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി കയറി വീണ് അവിടെ പ്രതിഷേധം സൃഷ്ടിച്ച അന്ന് AK ആന്റണിയാണ് അന്ന് വന്ന് ഈ കോൺഗ്രസ്സുകാരെ അവിടുന്ന് മാറ്റിയത്. ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അന്ന് TVയുടെ ആധിക്യം ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അത് അന്ന് വലിയ വാർത്തയാകുമായിരുന്നു. അപ്പൊ ഇവിടെ നമ്മളിപ്പോ സൂക്ഷ്മമായിട്ട് അവരുടെ മുഖമൊക്കെ കാണും. ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പുതിയ തരം ലാംഗ്വേജ് ഇപ്പോ നമ്മുടെ ഈ മാധ്യമ പ്രവർത്തനത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാം വ്യവസ്ഥായുതമായ രീതിയിൽ ചെയ്തു. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്നില്ലേ? ഇനിയിപ്പോ നമ്മുടെ ഈ നിയമസഭയുടെ സമ്മേളനം അന്നേരവും അദ്ദേഹം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം നിയമസഭയിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ വരുമ്പോൾ ഗവർണറെ സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ആ സമയത്ത് ഇതുപോലെ ധാർഷ്ട്യമായിരിക്കും. ധാർഷ്ട്യമായിരിക്കാൻ ഒരു വഴിയുമില്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ആ പ്രോട്ടോകോൾ അനുസരിച്ച്, ഭരണഘടനയല്ല ഞാൻ പറയുന്നത്, ആ പ്രോട്ടോകോൾ അനുസരിച്ച് മുഖ്യമന്ത്രി വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട്, സ്പീക്കർ കൂടെ ചേർന്ന് അദ്ദേഹത്തെ വന്ന് സ്വീകരിച്ചുകൊണ്ട് പോകണം. അതാണല്ലോ പരമ്പരാഗത രീതി. അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് പോകും. എല്ലാവരുമായിട്ട് അദ്ദേഹം നിയമസഭയുടെ മുൻവശത്തിരിക്കുന്ന ആൾക്കാർക്കെല്ലാം അദ്ദേഹം ഹസ്തദാനം ചെയ്യും, അല്ലെങ്കിൽ കൈ കൊടുക്കും. ഇതൊക്കെ പതിവ് ചട്ടങ്ങൾ അതുപോലെ തന്നെ പാലിക്കപ്പെടും എന്നുള്ളതിലൊരു കാര്യവുമില്ല. ഈ പറഞ്ഞതുപോലെ താങ്കൾ നമ്മുടെ മാധ്യമപ്രവർത്തകർ കാണുന്ന ഒരു കാര്യം, അത് ശരിയായിട്ടും അവരുടെ ഒരു ദൗത്യം തന്നെ. അവരുടെ ശരീരഭാഷ എങ്ങനെ ഉണ്ടാവും. നേരത്തെ തന്നെ സ്പെക്കുലേഷൻ ഉണ്ടായിരുന്നു, ഇവർ തമ്മിൽ എങ്ങനെ ആയിരിക്കും അഭിമുഖീകരിക്കുന്നത്. അങ്ങനെ വലിയൊരു സ്പെക്കുലേഷൻ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ വലിയൊരു ഉദ്വേഗം ഉണ്ടാക്കി വെച്ചു. അപ്പൊ അതിന്റെ ഒരു റിസൾട്ടാണ് ഇത്രയധികം വന്നത്. മുഖ്യമന്ത്രിയുടെ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയില്ല, അവിടെ മോശമായിട്ട് സംസാരിച്ചില്ല, ഇങ്ങനെയുള്ള ഒന്നും ഒഴിവാക്കിയില്ല. പിന്നെ മനസ്സല്ലേ, നമ്മളെ വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സുണ്ടാവുമല്ലോ. മനസ്സിന്റെ ചില ഭാവങ്ങൾ മാറി മറിഞ്ഞു വരും. തന്റെ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞ് തന്നെ കൊല്ലാൻ ശ്രമിച്ച സഭയ്ക്കാർ, അവർക്ക് പിന്തുണ കൊടുക്കുന്ന പോലീസ്, ആ പോലീസുകാരെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി എന്നൊക്കെ വരുമ്പോൾ ആൾക്കും ഒരു രക്തസമ്മർദ്ദം അല്പം ഉയരാൻ സാധ്യതയുണ്ടല്ലോ. ഈ രണ്ടുപേരും പ്രായമായ ആൾക്കാരാണ്. പക്ഷേ രക്തസമ്മർദ്ദം ഉയരാനുള്ള സാധ്യത രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രി അതുപോലെ കടും പിടുത്തം പിടിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ മുഖം സാധാരണഗതിയിലെ പോലെ തന്നെ മുഖവും വീർപ്പിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ ഇതിനെ കൂടുതലായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം നമുക്കിപ്പോൾ മുമ്പിലുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള സുപ്രീം കോടതി നോക്കുന്നു, അദ്ദേഹത്തിന്റെ ദൗത്യം നിറവേറ്റുന്നു. സുപ്രീം കോടതി അത് നോക്കി. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചില്ല, ചിരിച്ചില്ല എന്നുള്ളത് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഒരു വിഷയമായിട്ട് നമുക്ക് അവതരിപ്പിക്കാനും പറ്റുന്ന കാര്യമല്ല. എന്തായാലും ഇവർ തമ്മിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന ആ സൗഹൃദം ഒക്കെ ഇല്ലാതായി. ഒരു സൗഹൃദത്തിന്റെ രീതിയിൽ, സൗഹൃദത്തിന്റെ ഭാഷയിൽ ആ രാഷ്ട്രീയം പോകുന്നത് തന്നെയാണ് കേരളത്തിന് മൊത്തത്തിൽ നല്ലത്. അതിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ നന്മ കാക്ഷിക്കുന്ന ആളെന്നുള്ളതെങ്കിൽ അതിൽ രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകേണ്ടി വരിക മുഖ്യമന്ത്രിക്ക് തന്നെ ആയിരിക്കും. പ്രക്ഷോഭം കൊണ്ട് ഇതിനെ നേരിടാമെന്ന് വിചാരിക്കുകയാണ്. ക്രമസമാധാന നില ഒട്ടും വിട്ടുകൊടുക്കുകയില്ല ഗവർണർ, ഒരു സംശയം വേണ്ട. ക്രമസമാധാന നില തകരും.
തകരാറിലാവും. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥിതിയിലാവും കേരളത്തിലെ CPM. അവരെ ഇപ്പൊ കുറ്റപ്പെടുത്തുന്ന CPM കേരളത്തിന്റെ സ്ഥിതി അതിലേക്ക് കൊണ്ടുപോകും. ഇവിടെ വികസനമല്ല ഉണ്ടാവുക, മനുഷ്യർക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. അത് തീർച്ചയായിട്ടും ഭരിക്കുന്ന പാർട്ടിക്കും ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും ഭൂഷണമായിരിക്കില്ല. ഇതുകൊണ്ട് നഷ്ടം സംഭവിക്കാനുള്ളത് ഗവർണർക്കല്ല. അദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ ധീരനായിട്ടുള്ള ഒരു മുസൽമാൻ തന്നെയാണ്. അദ്ദേഹം ആദർശങ്ങൾക്ക് വേണ്ടി മന്ത്രി പദം വരെ വലിച്ചെറിയാൻ മടിക്കാത്ത ആളാണ്. തീരുമാനമെടുത്താൽ അത് തീരുമാനം തന്നെയാണ്. പിന്നോട്ട് പേടിച്ചോടുന്ന ആളല്ല എന്ന് കോഴിക്കോട്ട് നടന്ന അക്ബർ അലി എഞ്ചിനീയറും മറ്റും പങ്കെടുത്ത യോഗത്തിൽ വെച്ച് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വിട്ടുവീഴ്ചയും ഗവർണറിൽ നിന്ന് ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അദ്ദേഹം ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് സാധ്യത. അപ്പൊ കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ച് അതിൽ രാഷ്ട്രീയം കളിക്കാതിരുന്നില്ല. ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കഴിഞ്ഞ രാഷ്ട്രീയമാകാം, രാഷ്ട്രീയത്തെ കളിക്കരുത്. SFIക്കാരെ കൊണ്ടും അതുപോലെ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിയോറും മാന്തിക്കുക എന്ന് പറയുന്ന പോലെ പാർട്ടിയുടെ MV ഗോവിന്ദനെ കൊണ്ടുമൊക്കെ ഗവർണറെ MM മണിയെ കൊണ്ടുമൊക്കെ ഗവർണറെ അസഭ്യം പറയാതിരിക്കുക, അസഹ്യം പറയിപ്പിക്കാതിരിക്കുക. അതിന്റെ ഒരു അച്ചടക്കം ഭരണകക്ഷിക്ക് പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്തും ആകാം ഗവർണർക്ക് നേരെ. അങ്ങനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇയാളെ നിന്ന് CPയെ പോലെ ആരോ പറഞ്ഞത്, CPയെ പോലെ കേരളത്തിൽ നിന്ന് പോവും. ഒരു മന്ത്രി തന്നെയാണ് പറഞ്ഞത്. ശുദ്ധ വിവരക്കേടത്. അങ്ങനെയൊന്നും പോവുകയില്ല. കേന്ദ്രത്തിന് എന്ന് പറയുന്നത് കേരളത്തിനേക്കാൾ ചെറുതൊന്നുമല്ലല്ലോ. അത് നോക്കാൻ അറിയാവുന്ന ആൾക്കാർ അവിടെ ഉണ്ടാവും. ഇതിനേക്കാൾ ധീരമായിട്ടുള്ള രാഷ്ട്രീയമുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇത് ഗുണം ചെയ്യുക CPM-നായിരിക്കുകയില്ലതാണ് കുട്ടിച്ചോറാക്കി കഴിഞ്ഞാൽ. ഒരുപാട് നന്ദി ശ്രീ രാജേന്ദ്രൻ. താങ്ക് യു.